ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1714. ഇന്ന് സെപ്റ്റംബർ മാസം 9 തീയതി, 253 ദിവസത്തിലെത്തി. എത്ര ബോധപൂർവം ജാഗ്രതയോടെയാണ് യേശു എല്ലായിടത്തും ഇടപെട്ടത്, പെരുമാറിയത്, മിണ്ടിയത്. എന്നാലും വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗം ഒരു സൗഖ്യ സംഭവമില്ലേ? ബെഥേസ്ദ കുളക്കരയില് 38 വർഷമായി സൗഖ്യം പ്രതീക്ഷിച്ച് കാത്തുകിടന്ന ഒരു രോഗിയെ യേശു സൗഖ്യപ്പെടുത്തുന്ന വളരെ വിസ്മയകരമായൊരു അത്ഭുതമില്ലേ? അതിനിടയിൽ ആ രോഗിയോട് യേശു ചോദിക്കുന്ന ഒരു കുശലാന്വേഷണം തീരെ ആഴമില്ലാത്തതായി പോയോ? കുറച്ചും കൂടി അവിവേകത്തോടെ സംസാരിച്ചാൽ ഒരു ആത്മാർത്ഥതയും ഇല്ലാത്തതായി പോയോ? നമ്മളിങ്ങനെ സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂൾ ബസ് കാത്ത് വഴിയേറി നിൽക്കുന്ന കുട്ടികളെ രാവിലെ കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ച്, ഇതിലും ഭേദം ചോദിക്കാതിരിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് മിണ്ടണമല്ലോ എന്ന് വിചാരിച്ച് സ്കൂളിൽ പോകാൻ നിൽക്കുകയായിരിക്കും അല്ലേ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹോസ്റ്റൽ മുറികളിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കിടയിൽ വൈകുന്നേരമോ രാവിലെയോ ബക്കറ്റൊക്കെ ആയിട്ടൊന്ന് കുളിക്കാനായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ എതിരെ പെട്ടുപോയാൽ എന്തെങ്കിലും ഒന്ന് മിണ്ടണ്ടേ? കുളിക്കാൻ പോവായിരിക്കും അല്ലേ? എന്തിനാണ് നമ്മുടെ വളരെ 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 പെരിഫറലായ, ഒട്ടും ആഴപ്പെടാത്ത പുറമേയുള്ള ഈ കുശലാന്വേഷണം? യേശു ചോദിക്കുകയാണ്, 38 വർഷമായി തളർന്നു കിടക്കുന്ന, എങ്ങനെയെങ്കിലും ദൂതം വന്ന് ഈ കുളത്തിലെ വെള്ളം പതിയെ ഔഷധമുള്ള തീർത്ഥമാക്കി മാറ്റുമ്പോൾ ഇറങ്ങി രക്ഷപ്പെടാനും സൗഖ്യം കിട്ടാനുമായിട്ട് 38 വർഷമായി കാത്തുകിടന്ന അയാളോട് യേശു ചോദിക്കുകയാണ്, സൗഖ്യമാകാനായിട്ട് നിനക്കിപ്പോഴും ആഗ്രഹമുണ്ടോ? ഒഴിവാക്കാമായിരുന്നൊരു ചോദ്യമാണ് അല്ലേ? പക്ഷെ ചോദിച്ചത് ക്രിസ്തുയേശുവാണ്. അതുകൊണ്ട് ആ ചോദ്യത്തിൽ കുറച്ചുകൂടി നമുക്കൊന്ന് ചുറ്റിപ്പറ്റി നിന്നേ മതിയാവും. അവിടെ ഒരു ധ്യാനം ആവശ്യമാണ്. കഴിഞ്ഞ 38 വർഷമായി അയാൾ ഈ സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പറ്റിയിട്ടില്ല, പറ്റുന്നില്ല എന്നില്ല. പതിയെ പതിയെ മോശപ്പെട്ട അനുഭവങ്ങളോട് നമ്മൾ പൊരുത്തപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെ മോശപ്പെട്ട അനുഭവങ്ങളോട് പൊരുത്തപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രതീക്ഷയും പ്രത്യാശയും നമ്മളിൽ നഷ്ടപ്പെട്ടെന്നാണ്. ആവശ്യത്തിലധികം നിരാശ വന്ന് നിറഞ്ഞെന്നാണ്. ദൈവത്തിനു പോലും ഇനി ഇടപെടാനായിട്ട് ഒട്ടും ഇടമില്ല എന്ന് തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. ദൈവത്തിനു പോലും അസാധ്യമാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചെടുക്കുന്നുണ്ട്. ഒന്ന്, നമ്മളുടെ ജീവിതത്തിലെ വിശ്വാസത്തെയും പ്രത്യാശയും പരിശോധിക്കണമേ. ആമേൻ.